വി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം ഓർഗസ്റ്റിലേക്ക്. മലയാളികൾക്ക്, പ്രത്യേകിച്ച് ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്ക് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത അഭിനേത്രിയാണ് ബി പോസിറ്റീവിൽ നിന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ദേവിക. ദേവികയുടെ ഏറ്റവും പുതിയ ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്, ടു ലെറ്റ് അമ്പാടി ടോക്കീസ്. ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളായിരിക്കും ദേവിക ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുക. ദേവിക, സ്വാഗതം. സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രതികരണം? എന്താണ് ഈ ചിത്രത്തിനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമസ്കാരം, ഗുഡ് മോർണിംഗ്. വളരെ നല്ല റെസ്പോൺസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ഒരു പുതുമുഖങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഒരു പടമാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്ത ഒരു ഫീലാണ് എന്നാണ് ഇപ്പോൾ കണ്ട് എല്ലാവരും പറഞ്ഞൊരു അഭിപ്രായം. ഏകദേശം എല്ലാവരും ഒരേ തരത്തിലുള്ള റെസ്പോൺസാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റം, ആരുടെ റെസ്പോൺസിൽ നിന്നൊരു മാറ്റമില്ല. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക്. കാരണം ഇതിൻ്റെ ഡയറക്ടർ സക്കീർ മഠത്തിൽ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജലാൽ മാഗ്നസ്, പ്രൊഡ്യൂസർ ഹാരിസ് കാ, പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്ന എൽബൻ ചേട്ടൻ, എല്ലാവരും അണിയറയിലും എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതാണ് അർജുൻ, സിനിൽ, ഞാൻ സ്വർണ തോമസ്. ഞങ്ങളും പുതിയ ഒരു എന്താ പറയുക, ഇന്നത്തെ പുതിയ കുറച്ച് ആൾക്കാർ തന്നെയാണ്. ബാക്കി എല്ലാവരും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നതിൽ. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ഈ സിനിമയിൽ മൊത്തം പറയുന്നത്. കാരണം നമ്മളുടെ എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയിലേക്ക് വരിക അല്ലെങ്കിൽ സിനിമയിലേക്ക് വരിക എന്ന് പറയുമ്പം നാട്ടിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാ സൈഡിൽ നിന്നും നമുക്ക് എതിർപ്പായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആ എതിർപ്പുകളെല്ലാം അവഗണിച്ച് വരുന്ന പ്രശ്നങ്ങളെല്ലാം, പ്രതിസന്ധികളെല്ലാം വളരെ സൂക്ഷ്മതയോടെ നേരിട്ട് സിനിമയിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ സംവിധായകനാകുക അല്ലെങ്കിൽ തിരക്കഥാകൃത്താവുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് രണ്ട് സുഹൃത്തുക്കൾ അതിനുവേണ്ടി പോരാടുന്നതാണ് ഈ സിനിമയിൽ. അതിൻ്റെ ശരിക്കും പറയാ സിനിമ എങ്ങനെയോ അത് തന്നെയാണ് ഇതിൻ്റെ പിന്നണിയും വരുന്നത്. സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ടു ലെറ്റ് അമ്പാടി ടോക്കീസ്. ദേവികയുടെ ഒരു കഴിഞ്ഞ ആഴ്ച അർജുൻ നമ്മളുടെ ഗസ്റ്റായിട്ട് വന്നപ്പോൾ അതിൽ പാട്ട് പ്ലേ ചെയ്തപ്പോൾ ദേവികയുടെ കുറച്ച് വിഷ്വൽസ് ഒക്കെ അതിനകത്ത് കണ്ടു. ഡൾ മേക്കപ്പാണ്, കുറച്ചൊരു നാടൻ കുട്ടിയായിട്ടാണ് അതിനകത്ത് വരുന്നത്. ആ കഥാപാത്രത്തിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, ഇതിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അന്ന എന്നാണ്. അർജുൻ്റെ ക്യാരക്ടറായ ആൻ്റണീനെ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്, സ്നേഹിക്കുന്ന കുട്ടിയാണ് അന്ന. അന്നയുടെ ആകെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആൻ്റണീനെ കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം ആൻ്റണിക്ക് ആകെയുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, അന്നയോടൊരു ഇഷ്ടം ഉണ്ടെങ്കിലും ആൻ്റണിക്ക് ആകെയുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്ത്, ഇപ്പം സിനിൽ ചെയ്യുന്ന ക്യാരക്ടറുണ്ട് മനു, പിന്നെ സിനിമ, ഇത് രണ്ടുമാണ് ആൻ്റണീൻ്റെ മുന്നിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അന്നയെ ഇഷ്ടമാണെങ്കിൽ അത് പുറത്ത് കാണിക്കാറില്ല. പക്ഷെ അന്നയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആൻ്റണീനെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ടൈപ്പ്, അതിൻ്റെ ഒരു കോമഡി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നാട്ടുകാരെല്ലാവരും അവഗണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം അന്നയാണെങ്കിലും അവരെ നേരിട്ട് കാണുമ്പോൾ ഇവരോട് എപ്പോഴും ഉടക്കിയിട്ടാണ്, എപ്പോഴും ഓരോ പ്രശ്നം പറഞ്ഞിട്ടാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ നന്നാവണം, ഇവർ സിനിമയിലെത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അന്ന. അതിനുവേണ്ടി അന്നയാണ് ചെന്ന് പ്രൊഡ്യൂസറുടെ അടുത്താണെങ്കിൽ ഇവരുടെ അടുത്ത് നമുക്ക് അറിയുന്നവരടുത്താണ് ചെന്ന് പറയുന്നതും ഈ കഥേനെ കുറിച്ച് പറയുന്നതും. അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് ഈ ഒരു കഥാപാത്രമാണ് അന്ന. ഇപ്പം പറഞ്ഞ ഒരു ഡൾ മേക്കപ്പാണ്, പക്ക ഒരു നാടൻ പെൺകുട്ടിയാണ്. ഇപ്പം നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിലും കുറെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ രണ്ട് സൈഡും മടക്കി കെട്ടി നടക്കുന്ന ഒരു തൻ്റെടി ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് അന്ന. അന്നയുടെ ഡ്രസ്സിങ് ആണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആണ്, ധാവണി ഉണ്ട്. പിന്നെ അതുപോലെ ആണുങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെ പൈജാമ, ഷർട്ട് ഇതൊക്കെ ഇട്ടിട്ട് അന്ന നടക്കുള്ളൂ. പിന്നെ അന്നയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡാണ്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചതിനൊരു ഉത്തരം, ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള രീതിയിൽ അന്നയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം അന്നയുടെ അച്ഛൻ ഒരു കണ്ണ് കാണാത്ത ആളാണ്. അപ്പം ആ വീട്, ആ ഒരു ഇത് മൊത്തം നോക്കി നടത്തുന്ന, അവർക്ക് ഒരു പ്രസന്റ്, അത് മൊത്തം നോക്കി നടത്തുന്നത് തന്നെയാണ്. അപ്പം ആ ഒരു ബോൾഡ്നെസ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഉള്ളിൻ്റെ ഉള്ളിലൊരു പാവമാണെങ്കിലും പുറത്തൊരു ചട്ടമ്പിക്കാരിയാണ് അന്ന. നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു പ്രത്യേക തരം ഒരു കഥാപാത്രമാണ് അന്ന. അന്നയും ദേവികയുമായിട്ട് എത്രത്തോളം സാദൃശ്യമുണ്ട്?
രണ്ടും രണ്ട് റൂട്ടാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറച്ചൊക്കെ ഉണ്ടായിരിക്കും, കാരണം ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ആളാണ്. അപ്പം ആ ഒരു കുറുമ്പൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ പുറത്ത് കാണിക്കില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കുറുമ്പൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷെ അന്ന ഒക്കെ എക്സ്പ്രസ് ചെയ്യും. എന്ത് കുറുമ്പ് വന്നു കഴിഞ്ഞാലും എന്ത് ദേഷ്യം വന്നു കഴിഞ്ഞാലും അപ്പം അവളുടെ ഫേസിൽ അത് കാണാൻ പറ്റും, അതത് പറയുകയും ചെയ്യും. ഞാൻ അങ്ങനെ പറയാറോ അങ്ങനെ കുറുമ്പ് കാണിക്കാറൊന്നുമില്ല. പക്ഷെ നാട്ടിൻപുറത്ത് ചില സവിശേഷതകൾ ഈ കഥാപാത്രത്തിനുണ്ട് അന്നയ്ക്ക്. അത് എനിക്ക് തോന്നുന്നു ഞാനും അന്നയും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ചിന്തിക്കുന്നതാണെങ്കിൽ അതൊക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ അന്ന എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല, ഒരു വളരെ നിഷ്കളങ്കയാണ്. വേറെ ഒന്നിനെക്കുറിച്ചും ലക്ഷ്യമില്ലാത്ത, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത, ഈ ഒരു ആന്റണി എന്ന് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന, അവനെ മാത്രം സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. ദേവിക അന്യ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. രണ്ടും രണ്ട് റൂട്ടാണ് ശരിക്കും. ഈ ചിത്രത്തിൽ രണ്ട് മെയിൽ ലീഡ്, രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആൾക്കാർ, ഒന്ന് ഹരിശ്രീ അശോകന്റെ മകൻ, മറ്റേത് സൈനുദ്ദീൻ്റെ മകൻ. അപ്പോൾ രണ്ട് പ്രഗത്ഭരായ നടന്മാരുടെ മക്കളാണ് കൂടെ അഭിനയിച്ചത്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവരുടെ ആദ്യത്തെ ഇപ്പോൾ അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ചിത്രം കൂടിയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു അവരുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യം? ശരിക്കും പറയുകയാണെങ്കിൽ അവർ ആദ്യമായിട്ട് ചെയ്യുകയാണ് എന്നുള്ളൊരു ഫീലും നമുക്ക് ഉണ്ടായിരുന്നില്ല. ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ആർക്കും ഒരു ടെൻഷൻ. പക്ഷെ ആ ഒരു ടെൻഷൻ അവർ കാണിക്കാറേ ഉണ്ടായിരുന്നില്ല. വളരെ ഫ്രീ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ സെറ്റ് ടോട്ടൽ ഫ്രീ ആയിരുന്നു. ഇപ്പം ഡയറക്ടർ ആണെങ്കിലും ക്യാമറ ചെയ്യുന്ന എല്ലാവരാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു സെറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണം, ഒരു ഇംപ്രവൈസേഷൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് സീൻസ് തരുവാണെങ്കിലും, ഇപ്പോൾ അർജുനാണെങ്കിലും സിനിലാണെങ്കിലും എനിക്കും സ്വർണ്ണയ്ക്ക് ആർക്കാണെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് ഇരുന്ന് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. കാരണം ഒരു പ്രാവശ്യം സീൻ ചെയ്യുകയാണെങ്കിലും അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ച് നമുക്ക് സജഷൻ ചോദിക്കാനോ അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. അതിലുപരി നല്ല രണ്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം അച്ഛൻ്റെ മക്കളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ആദ്യത്തെ ആ ഒരു പകപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെ കൂടെ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ വളരെ ഫ്രീ ആയിരുന്നു. ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കൂളായിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും സിനിമയിൽ എത്തിപ്പെട്ടതിന് ശേഷം കൂട്ടുകാരായവരാണ്. അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാരണം സിനലും അർജുനും കൂട്ടുകാരായവരാണ്. ഇപ്പോഴും അവർ ജീവിതത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ആ സിനിമയിലാണെങ്കിലും അവരുടെ ആ ഒരു ആത്മബന്ധം വല്ലാണ്ട് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അവർക്ക് എന്ത് നല്ല സീൻസ് ചെയ്യാനാണെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം ഇതിൽ ഒരുപാട് നമുക്കിപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അവർ ആത്മാർത്ഥമായിട്ട് ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ എനിക്ക് വളരെ സന്തോഷം അവരോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം റെസ്പോൺസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇപ്പം പടം കണ്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഇത് തന്നെയാണ്. ആദ്യമായിട്ട് ചെയ്യുകയാണെന്ന് തോന്നാത്ത രീതിയിലാണ്, വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വർണ്ണ തോമസ് ആണ്. സ്വർണ്ണയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ് സ്വർണ്ണ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു സ്വർണ്ണയും ഒക്കെ ആയി നിങ്ങളെ സെറ്റിലൊക്കെ ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ എങ്ങനെയായിരുന്നു? സ്വർണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സെറ്റിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു സ്വർണ്ണ. സ്വർണ്ണനെ കാണാനാണെങ്കിലും ഒരു കുഞ്ഞിക്കുട്ടി. നമുക്ക് എത്രയാണെങ്കിലും ഞങ്ങളെപ്പോഴും മൊയലിക്കുട്ടി എന്നാണ് വിളിക്കുന്നത് സ്വർണ്ണനെ. കാരണം അത്രയും ക്യൂട്ടായിരുന്നു സ്വർണ്ണ. വളരെ ബബ്ലി, വളരെ എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആൾ തന്നെ വേണം. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സ്വർണ്ണനെ. കാരണം ഭയങ്കര ഫ്രീ ആണ്, ഭയങ്കര കുട്ടിത്തമുള്ള, വളരെ നമുക്ക് ചെറിയൊരു അനിയത്തിക്കുട്ടി ആ ഒരു ഫീലാണ് സ്വർണ്ണനോട് എല്ലാവർക്കും ഉണ്ടായിരിക്കുക. അപ്പം ഈ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ നമ്മൾ സിനിമേൻ്റെ ശേഷം ഞങ്ങളുടെ ഷൂട്ട്, നമ്മൾ ഷെഡ്യൂൾ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സ്വർണ്ണയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ലാസ്റ്റ് ഷെഡ്യൂളിൽ ഇത്തിരി പ്രശ്നം, ഇപ്പം പനിയാണെങ്കിലും അങ്ങനെ കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് ശരിക്കും ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാവരുടെ ഹെൽപ്പും കൊണ്ട് ഇപ്പം നല്ല രീതിയിലുള്ള റിക്കവറായി വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു അഭിനേത്രിയാണ് സ്വർണ്ണ, നല്ലൊരു ഡാൻസറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ഡാൻസറാണ് സ്വർണ്ണ. വളരെ നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ് സ്വർണ്ണ. ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രമുഖരെ കുറിച്ച് ഇപ്പോൾ ദേവിക സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ സംഗീത ആ ഒരു മേഖല ആ ഒരു മേഖലയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് സൈഡിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഓക്കെ, ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മാഗ്നസ് ബാൻഡാണ്. ഈ മാഗ്നസ് ബാൻഡ് എന്ന് പറയുമ്പം ജലാൽ മാഗ്ന ഇവരുടെ ഒരു ടീം, നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റർ ജലാൽ മാഗ്ന ഇവരുടെ ഒരു ടീമാണ്. ഇവർ പൊതുവെ ഈ ഒരു ടീം എന്ന് പറയുന്നത് ഒരു
മലബാർ ഏരിയ ആ ഒരു ടീമാണ്. ഇപ്പം ഡയറക്ടർ ആണെങ്കിലും സക്കീർക്ക ആണെങ്കിലും എൽബൻ ചേട്ടൻ, ക്യാമറ ചെയ്യുന്ന എൽബൻ ചേട്ടൻ, പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ജലാൽക്ക, എല്ലാവരും മലബാറുകാരാണ്, കോഴിക്കോടുകാരാണ്. അപ്പോൾ ഈ ഒരു മാഗ്നസ് മ്യൂസിക് ബാൻഡ് എന്ന് പറയുന്നത് മലബാർ ഏരിയയിൽ വളരെ സജീവമായിട്ടുള്ള, വളരെ എന്താ പറയുക, ഒരുപാട് ഇപ്പം ആൽബംസ്, ഇവർ ഒരുപാട് ആൽബം ചെയ്തിട്ടുണ്ട്. ആൽബം എന്ന തലത്തിലൂടെ വന്ന് ഇപ്പോൾ ഒരുപാട് സ്റ്റേജ് ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാൻഡാണ് മാഗ്നസ് ബാൻഡ്. മാഗ്നസ് ബാൻഡാണ് ഇതിൽ സോങ്സ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു സോങ് വിനീതേട്ടൻ പാടിയിട്ടുള്ള ഒരു സോങ് വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ വളരെ റൊമാൻറ്റിക് ആയ ഒരു സോങ്ങാണ്. ആ ഒരു സോങ് വളരെ ഹിറ്റായി, എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു സോങ്ങാണ്. പിന്നെ ടോട്ടൽ 3 സോങ്ങാണ് നമുക്ക് സിനിമയിലുള്ളത്. ഒന്നൊരു കല്യാണ സോങ്, അതൊരു എന്താ പറയുക, ഒരു മുസ്ലിം ആൽബം, ഒരു മുസ്ലിം സോങ്ങുള്ള എന്ന രീതിയിലാണ്. പിന്നെ ഒന്ന് ഒരു ഇൻട്രോ സോങ് ആണ്, ടൈറ്റിൽ സോങ് ഉണ്ട്. പിന്നെ ഈ ഒരു എൻ്റെ സോങ് ആണ്. അങ്ങനെ 3 സോങ് ആണ് സിനിമയിലുള്ളത്. ടോട്ടൽ നമ്മളൊരു 5 സോങ് ആണ് ഈ പടത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ദേവിക, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഇതിൽ ഏത് പാട്ടാണ് പ്രേക്ഷകർക്കായി പാടിത്തരുന്നത്? ഇതിലെല്ലാം നല്ല പാട്ടുകളാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഇഷ്ടം ഇതിൽ റൊമാൻറ്റിക് സോങ് ആണ്. അന്ന് സുറുമകൾ എഴുതിയ കണ്ണിൽ എന്ന് പറഞ്ഞിട്ടുള്ള വിനീതേട്ടൻ പാടിയ സോങ് ആണ്. വെറുതെ 2 വരി ഞാൻ ഒന്ന് ശ്രമിക്കാം എന്ന് വേണമെങ്കിൽ മാത്രം പറയാം. സുറുമകൾ എഴുതിയ കണ്ണിൽ ഒരു സുന്ദര രൂപം കണ്ടു, മഞ്ഞുരുകും നീരാവിൽ ഇടനെഞ്ചിൻ താളം കേട്ടു, കാലുച്ച കേൾക്കും നേരം ഇടനാഴിയിലേതോ കോണിൽ അറിയാതെ അകലും രാവിൽ പാടാം രാക്കിളിപ്പാട്ടിൻ ഈണങ്ങൾ. ഓക്കെ, താങ്ക് യു ദേവിക. ദേവികയുടെ ഇപ്പോൾ ഒരു കരിയറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ദേവികയുടെ സിനിമ ഇപ്പോൾ നന്നായിട്ട് പ്രദർശിപ്പിക്കുന്നു. വീട്ടിലോട്ട് വരികയാണെങ്കിൽ വൈകുന്നേരം ദേവികയുടെ സീരിയലും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കരിയർ, എങ്ങനെ പോകുന്നു? കരിയർ നല്ല രീതിയിൽ പോണു, വളരെ സന്തോഷമായിട്ട് തന്നെ പോണു. ഇപ്പം സീരിയലിൽ പ്രേക്ഷകർ ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ സീരിയലിലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിലും എല്ലാവരും വന്ന് സംസാരിക്കാറുണ്ട്. വളരെ സ്നേഹമാണ്, ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പം എനിക്ക് ഇത്രയും നല്ലൊരു റെസ്പോൺസ്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ സ്നേഹം, മലയാളികൾ സ്നേഹിക്കുക എന്ന് പറയുമ്പം എല്ലാ സ്ഥലത്തു നിന്നുള്ള, ഇപ്പം എന്താ പറയുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഓരോ സ്ഥലത്ത് ചെന്നാലും ഒരാളെങ്കിലും അറിയുക, ശ്രദ്ധിക്കപ്പെടുക, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം സീരിയൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ സിനിമയിലും എൻ്റെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടും, അതിനെ സ്നേഹിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ദേവിക, വാർത്തകളൊക്കെ തന്നെ കേൾക്കുകയുണ്ടായി, പുതിയ സിനിമകൾക്ക് തിയേറ്ററുകൾ ലഭിക്കാനൊക്കെ പ്രയാസമുണ്ടെന്നും അവരൊരു അവഗണന നേരിടുന്നുണ്ടെന്നൊക്കെ അത്തരത്തിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ദേവികയുടെ ചിത്രം ടു ലെറ്റ് അമ്പാടി ടോക്കീസ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ചിത്രം നേരിട്ടതായി ദേവികയ്ക്ക് അറിയോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പം ഞങ്ങളുടെ റിലീസ് പ്ലാൻ ചെയ്ത സമയത്തായിരുന്നു കൊച്ചടയൻ ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ കൊച്ചടയൻ ലാസ്റ്റ് മൊമെന്റിലാണ്. അപ്പം ഞങ്ങളുടെ തിയേറ്റേഴ്സ് പകുതി, ഇപ്പോൾ 70 സെന്റേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പകുതിയായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു പടം വരുന്നത് കാരണം. തീർച്ചയായിട്ടും ബിഗ് ബഡ്ജറ്റ് മൂവി, എന്താ ബ്രഹ്മാണ്ഡ ചിത്രം, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പറയാം, രജനീകാന്തിൻ്റെ പടമാണ്, അങ്ങനത്തെ വലിയ സ്പെഷ്യാലിറ്റീസ് ഉള്ള പടമാണ്. പക്ഷെ നമ്മളുടെ ഒരു കൊച്ചു പടം എന്ന് പറയുമ്പോൾ അതിനിപ്പം തിയേറ്റേഴ്സ് അവൈലബിൾ അല്ലാതെ വരിക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കണ്ടവരെല്ലാം മെയിൻ ഇത് നമ്മൾക്ക് ഇപ്പോൾ ഒരു വിഷമം തോന്നാൻ കാരണം വേറെ ഒന്നുമല്ല. നമുക്ക് പടം കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. നമുക്ക് ഒരിക്കലും എത്ര പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു പടം എന്ന് പറഞ്ഞപ്പോൾ ടു ലെറ്റ് അമ്പാടി ടോക്കീസിൻ്റെ കാര്യം, ഒന്നാമത് പുതുമുഖങ്ങളാണ്, അണിയറ പ്രവർത്തകരാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും പുതുമുഖങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഞങ്ങളുടെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കണ്ട് തന്നെ വേണം പ്രേക്ഷകർ തീരുമാനിക്കാൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് ഞങ്ങളുടെ കഥ തന്നെയാണ്. അപ്പം കണ്ടവരെല്ലാം നല്ല റെസ്പോൺസ് പറയും.
പറയുക, തിയേറ്റേഴ്സിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള തിയേറ്റേഴ്സ്, റിലീസ് ആയിട്ടുള്ള തിയേറ്റേഴ്സ് എന്നെല്ലാം നമുക്ക് നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. പക്ഷേ തിയേറ്റേഴ്സ് വളരെ കുറവായത് ഞങ്ങൾ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു എന്താ പറയുക, നല്ല ഒരു തലത്തിലേക്ക് എത്താൻ ഞങ്ങൾ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ചില തിയേറ്റേഴ്സിലാണെങ്കിലും 2 ഷോസ് അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ഒരു പ്രശ്നം ഞങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓരോന്നായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ തിയേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനും നല്ലൊരു റെസ്പോൺസ്, അല്ലെങ്കിൽ ഇനിയും ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് ആണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ പ്രേക്ഷകൻ നമുക്ക് പോയി കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ തിയേറ്റേഴ്സ് തന്നെ വേണം. കാരണം ചില ഇപ്പം നാട്ടിൻപുറത്തു നിന്നാണെന്നെങ്കിലും ചില ഗ്രൂപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വരികയാണെങ്കിലും, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് സാധാരണക്കാരുടെ ഒരു പടം തന്നെയാണിത്. ടുലറ്റ് അമ്പാടി ടാക്കീസ് സാധാരണക്കാരുടെ സാധാരണ ജീവിതം പറയുന്ന, സ്വപ്നത്തെക്കുറിച്ച് പറയുന്ന ഒരു പടമാണ്. അപ്പം നമുക്ക് സാധാരണക്കാർ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരായിട്ട് വരേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല തിയേറ്റേഴ്സ്, ലോക്കൽ തിയേറ്റേഴ്സ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇനിയും ഞങ്ങളുടെ സിനിമ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഇപ്പം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക, സിനിമയിലും സീരിയലിലും ഒരേപോലെ സജീവമായി മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികൾ? ഇപ്പൊ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പ്രോജക്റ്റ് ഒന്നും ആയിട്ടില്ല, നല്ല പ്രോജക്ട്സ് ഒന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. നല്ല കഥാപാത്രം വരെയാണ്, നല്ല ബാനറിൽ നല്ല ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നല്ല സ്ക്രിപ്റ്റിൽ. അപ്പം അങ്ങനെ നല്ല കഥാപാത്രം വരികയാണെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം സീരിയൽ അങ്ങനെ ചെയ്തു പോകുന്നു. എന്താണ് ദേവിക ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ടുലറ്റ് അമ്പാടി ടാക്കീസിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. അപ്പം എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് എല്ലാവരും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു നല്ല പടമാണ്, നല്ല നന്മയുള്ളൊരു ചിത്രമാണ്. ഇപ്പം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരും ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതിലേക്ക് ഒരുപാട് ഡെഡിക്കേഷൻ ആവശ്യമാണ്. അപ്പം ഈ സിനിമ പറയുന്നതും അത് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ അതിന് നമ്മൾ സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, അവസാനം അതിൻ്റെ എൻഡ്, ആ ലാസ്റ്റ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തുക, ഇതിനെക്കുറിച്ചൊക്കെയാണ് സിനിമ വളരെ ലളിതമായി. ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എല്ലാം ഉണ്ട്, തമാശയുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം നിറഞ്ഞ ഒരു പടം തന്നെയാണ്. ഇതൊരു കൊച്ചു പടമാണ്, എല്ലാം നിറഞ്ഞ ഒരു കൊച്ചു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. കാരണം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ് ഇത് വിജയിക്കണമെന്നുണ്ടെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെടണം, ഇതിനും കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അത് മൗത്ത് പബ്ലിസിറ്റി കാരണം മാത്രമാണ്. കാരണം ഇപ്പോൾ കണ്ടവരെല്ലാവരും നല്ല റെസ്പോൺസ് പറഞ്ഞ് പിന്നെ പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയാണ്, തിയേറ്ററിൽ നിന്നാണെങ്കിലും ടോട്ടൽ കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് പടം കാണണം, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദി. തീർച്ചയായും ദേവിക, വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. അതോടൊപ്പം തന്നെ ദേവിക ആഗ്രഹിക്കുന്നത് പോലത്തെ നല്ല കഥാപാത്രങ്ങൾ ദേവികയെ തേടി എത്തട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. നന്ദി.